ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നലത്തെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണിട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ശഅബാൻ മാസത്തിൽ നാം ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാം പാർട്ടിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ 3ഉം 4ഉമാണ് ഇൻഷാ അല്ലാഹ്. ശഅബാൻ മാസത്തിൽ നാം ചെയ്യേണ്ട 4 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം 3 നോമ്പ് വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ ഖളാ ആയിപ്പോയ നോമ്പുകളും സുന്നത്ത് നോമ്പുകളും നോറ്റുവീട്ടിയാൽ ഖളാ വീടുകയും ശഅബാൻ മാസത്തിൽ നോമ്പെടുത്തതിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും. 4 പ്രാർത്ഥനയുടെ മാസം. ശഅബാൻ മാസം പ്രാർത്ഥനയുള്ള മാസം കൂടിയാണ്. ഒരു വർഷത്തെ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ശഅബാൻ മാസം. ഒരു മനുഷ്യൻ്റെ ആയുസ് ആ ആയുസ്സിനെ രേഖപ്പെടുത്തപ്പെടുന്ന മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചതായി കാണാം. പ്രാർത്ഥനയുള്ള മാസം കൂടിയാണ് ശഅബാൻ മാസം. കഴിഞ്ഞുപോയ റമളാനിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്തു, നോമ്പെടുത്തു. അതിനുശേഷം കുറേ മാസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ആ മാസങ്ങളിലൊക്കെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. ആ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പരിശുദ്ധ റമളാനിലേക്ക് ഒരുങ്ങാനും ഈ മാസത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും ഒരു അവസരമാണ്. ഈ മാസമാണെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തുമ്പോൾ ഈ മാസത്തിനെ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിലേക്ക് അടുക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നാൽ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.